നിന്ന നിപ്പിൽ ആ ബുക്കൊക്കെ കണ്ട് അപ്രത്യക്ഷമായി പോകുന്നത്. അതിപ്പോൾ ഫ്ലിപ്കാർട്ടിനാണേലും വേണ്ടില്ല, ആമസോണിനാണേലും വേണ്ടില്ല, നിന്ന നിപ്പിൽ ബുക്ക് അങ്ങോട്ട് തീർന്നു പോവുക, ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുക. അതല്ലെങ്കിൽ ഇന്നലെ വരെ കാണിച്ച ബുക്ക് ഇന്നായിട്ട് കാണാണ്ടാവുക. വല്ലാത്തൊരു അവസ്ഥ അല്ലേ. അതല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ രാജ്യഭരണം കാരണം ഈ രാജാവിനെ പേടിച്ചിട്ട്, അല്ലെ രാജാവിൻ്റെ കിങ്കരന്മാരെ പേടിച്ചിട്ട് നമ്മുടെ പടനായകന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആരെങ്കിലും വല്ല താളി ഓലകളിലും കൊത്തിക്കുറിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ കയറിയിട്ടാളുക, അല്ലെങ്കിൽ അങ്ങ് മുക്കിക്കള. ഇതാണ് ഇപ്പം നമ്മുടെ ഹർഷ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഊളപ്പരിപാടികൾ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ മുൻ കരസേനാ മേധാവി മനോജ് നരവണയുടെ ബുക്കിനെ പറ്റിയാണല്ലോ വലിയ ചർച്ച. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 4 ദിവസമായിട്ട് രാഹുൽ ഗാന്ധിനെ മിണ്ടാൻ പോലും സമ്മതിക്കാണ്ട് സ്പീക്കർമാർ മാറി മാറി വരിക. സ്പീക്കർ വരുന്നു, ഡെപ്യൂട്ടി വരുന്നു, അതല്ലാണ്ട് എന്താ പറയുക സബ്ബ് വരുന്നു, അതിൻ്റെ സബ്ബ് വരുന്നു. ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഓരോ സെഷനിൽ ഓരോരുത്തർ വന്നും കണ്ടീറ്റ് പോയിക്കൊണ്ടിരിക്കും. എന്ത് രസമാണ് കാണാനല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പേടിത്തൂറികളായിട്ടുള്ള കുറേ സ്പീക്കർമാരും, അല്ലെങ്കിൽ അവന്മാരെ പേടിപ്പിച്ച് വെക്കുന്ന പരമ പേടിത്തൂറിയനായിട്ടുള്ള നമ്മുടെ രാജാവിൻ്റെ താഴത്തുള്ള സകല വാണങ്ങളും. അതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ഈ ബുക്കിനെ ചൊല്ലിയിട്ട് ഈ ബുക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരിക്കാത്ത ബുക്കാണെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ പബ്ലിഷേഴ്സ് ആയിട്ടുള്ള പെൻഗ്വിൻ പബ്ലിഷേഴ്സ് വന്ന് പറഞ്ഞു ഞങ്ങളിത് ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്ക് ബുക്ക് ആമസോണിൽ നിന്നാണ് കിട്ടിയത്, ഞാൻ ആമസോണിൽ ബുക്ക് കണ്ടു, ഞാൻ വാങ്ങിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊന്ന് ആമസോണിൽ പോയി തപ്പി നോക്കി. ആമസോണിൽ നോക്കുമ്പോൾ ബുക്ക് അതിൽ കണ്ടു. അത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തെ കാണാനില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. എന്നാൽ പോട്ടെ, ഞാൻ ആമസോൺ പോകണ്ട, നമ്മൾ ഫ്ലിപ്കാർട്ട് ഒന്ന് നോക്കാച്ച് ഫ്ലിപ്കാർട്ട് തുറന്നു നോക്കി, ഫ്ലിപ്കാർട്ടിലും ബുക്കുണ്ട്. ബുക്ക് തന്നെ തുറക്കുമ്പോഴത്തെ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുക. അപ്പം ഇന്നലെ മെനഞ്ഞാന്ന് വരെയുള്ള ബുക്ക് അപ്പോഴേക്കും നമ്മുടെ മുഖ്യ എന്താ പറയുക വിശ്വഗുരുവിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ വിശ്വ ആൾദൈവത്തിനെ പേടിച്ചിട്ട് ഇതിൻ്റെ പബ്ലിഷേഴ്സ് തന്നെ മാറ്റി. ഇനി പബ്ലിഷേഴ്സ് പറഞ്ഞു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് രംഗത്ത് വരികയും ചെയ്തു. അപ്പോഴേക്കും ഡൽഹി പോലീസ് കേസെടുത്തോ. ഈ ബുക്കൊക്കെ ഇങ്ങനത്തെ ബുക്കൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പേടിത്തൂറിയനായിട്ടുള്ള ഒരു രാജാവിൻ്റെ താഴത്തുള്ള സകല പേടിത്തൂറികളുടെയും കഥകൾ പറയുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് വരുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പട കയറി വരുന്നതിൻ്റെ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള, പടനായകനെ എഴുതി വെച്ചിട്ടുള്ള കഥയുള്ള ബുക്കൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണോ? ഇല്ല, ഞങ്ങൾ സമ്മതിക്കൂല, പോലീസ് കൊണ്ട് കേസെടുത്തോ, ഭടന്മാരെ പിടിച്ചെടുക്കൂ, അല്ലെങ്കിൽ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചത് പറഞ്ഞ ആൾക്കാരെ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച ആൾക്കാരൊക്കെ കൊണ്ട് പിടിച്ചോ എന്നാണ് പറഞ്ഞത്. ഈ ബുക്ക് എഴുതിയ ആൾ തന്നെ വന്ന് കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ മനോജ് നരവണ തന്നെ വന്ന് കഴിഞ്ഞ 2023 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് എൻ്റെ ബുക്ക് വായിക്കണം, പ്രീ ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ബുക്ക് വന്നിട്ടുണ്ട്. ബുക്ക് ട്വിറ്ററിലൂടെയാണ് പുള്ളി പുറത്തോട്ട് വിട്ടത്. ബുക്ക് ഉണ്ട്, നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് വന്നിട്ട് ഈ പറഞ്ഞ അതേ പബ്ലിഷേഴ്സ് തന്നെ വന്നിട്ട് അവരുടെ പേജിൽ കൂടെ പറയുന്നുണ്ട് പ്രീ ഓർഡർ ചെയ്തോളൂ, ബുക്ക് അവൈലബിൾ ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഉണ്ട് അവസ്ഥ. ഈ ബുക്കാണ്, കാണാനില്ല, മേടിച്ചിട്ടില്ല, മറ്റതില്ല എന്നൊക്കെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇപ്പം മോദിജിൻ്റെ മൂട്ടിൽ വെടി പൊട്ടിയപ്പം വേദനയായപ്പം പുറത്തോട്ട് ചാടി ഇത് പബ്ലിഷ് ചെയ്ത ആൾക്കാരെയും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ജസ്റ്റിസ് നരവണേതരൊന്നും വേണ്ടിയിട്ടില്ല. അയാളെ എന്തൊക്കെ പറഞ്ഞാൽ പേടിപ്പിച്ച് വെച്ചതെന്നറിയില്ല. അയാളൊരു പ്രസ്താവനയായിട്ട് വരുമായിരിക്കും. കാരണം ജീവിച്ചു പോകേണ്ട നാട്ടിൽ അല്ലിപ്പന്മാർ തട്ടിക്കളയിലിടും. അപ്പോൾ അതുകൊണ്ട് പേടിയുള്ളത് കൊണ്ട് ഇനി പുള്ളി എന്തെന്ന് പറയുന്നറിയില്ല. ഏതായാലും ബുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആയിരുന്നു എന്നുള്ളതും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ബുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ബുക്ക് അതിൽ കാണാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നരവണ എന്നെ വന്ന് സംസാരിച്ചിട്ടുള്ള ട്വീറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് പെൻഗ്വിൻ വന്നിട്ട് അത് പ്രീ ഓർഡർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് പബ്ലിഷേഴ്സ് വന്നിട്ട് പറഞ്ഞതിൻ്റെ ട്വീറ്റുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റുകൾ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഒന്നുകിൽ നരവണെ, അതായത് നമ്മുടെ മുൻ ജനറൽ കരസേനാ മേധാവി ജനറൽ മനോജ് നരവണെ കള്ളനായിരിക്കണം, പറഞ്ഞത് കള്ളത്തരായിരിക്കണം. അതല്ലെങ്കിൽ പെൻഗ്വിൻ പബ്ലിഷേഴ്സ് പറഞ്ഞത് കള്ളത്തരായിരിക്കണം. ഏതായാലും ഇന്ത്യയുടെ പരമോന്നത കരസേനാ മേധാവിയായിരുന്ന ആൾ കളവ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ ആര് കളവ് പറഞ്ഞു? ആ കളവ് പറയാനുള്ള സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പരമോന്നത കള്ളന്മാരാണോ ഈ കളവ് പറയിപ്പിച്ചത് എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എത്ര സത്യം, എത്രയും വ്യക്തവുമായിട്ടുള്ള കാര്യമല്ലേ. ഒരു ബുക്കിനെ പോലും പേടിയുള്ള ഇവന്മാർ പിന്നെ ട്രംപിനെ പേടിച്ച് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവന്മാർ ചൈനയെ പേടിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈവൻ ഊച്ചാളി ബംഗ്ലാദേശിന് പാകിസ്ഥാനും വരെ ഇവന്മാർ പേടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ സത്യമല്ലേ? മോദിയുടെ തലയിൽ തലപ്പാവും, അല്ലെങ്കിൽ പട്ടാള കോട്ടും, മറ്റേ ഫാൻസി ഡ്രസ്സ് ഇട്ടിട്ട് 4 പോസ്റ്റർ വെച്ചുകൊണ്ട് മോദി ഇതാവുന്നില്ല. പോണോടത്തൊക്കെ ഷൂ നക്കിയും പലതും നക്കിയും ഇങ്ങനെ ജീവിക്കാന്നല്ലാണ്ട്
അതുകൊണ്ടൊന്നും നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിശ്വഗുരു ആവുന്നില്ല എന്നുള്ളത് സംഘികൾ മിനിമം ആയിട്ട് ചിന്തിച്ചാൽ മതി. അപ്പം ചെറിയ വീഡിയോ ആണ് സംഭവം. ഇതാണ്, നിങ്ങൾ പലരും എൻ്റെ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ഇട്ട് ചെയ്യാൻ കണ്ടു, ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല, അങ്ങനെ ബുക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ബുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നു. ഇനി ബുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ആൾ അയാളുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ, ഫേസ് ടു ഫേസ് വീഡിയോ ഇൻ്റർവ്യൂവിൽ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അത് അക്സെപ്റ്റ് ചെയ്യാൻ, എടാ സംഘികളെ, നിൻ്റെ മൂട്ടിലൊക്കെ ചൈനക്കാർ വന്ന് പൊട്ടിക്കുമ്പോൾ നീ തന്തനെ വിളിച്ച് ഓടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് അത് തടയാനുള്ള കാര്യങ്ങൾ ഓരോ ആൾക്കാർ വന്ന് പറയുമ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തൂടെ? ആ ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? എത്രയെന്ന് വിചാരിച്ചിട്ടാ നക്കി ജീവിക്കാൻ നോക്കുക? അതൊക്കെ നിർത്ത്. രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, നിൻ്റെ ഭാരതത്തിൻ്റെ അവസ്ഥ ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക ഊളകളെ.